റീസെൻ്റ് ആയിട്ട് 1.2 മില്യൺ വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു മീൻകറി റെസിപ്പിയാണ് കേട്ടോ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു 5 നവരമീൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളതാണ് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തായിരിക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 10-25ഓളം ചെറിയുള്ളിയും, 1 കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി, 2 തക്കാളി, 1 ടീസ്പൂൺ കുരുമുളക്, 2-3 തണ്ട് കറിവേപ്പില ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1 ടേബിൾ സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഒന്ന് തണുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാകും. ഇനി ഇതാ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫിഷ് ഒന്ന് 2 സൈഡും ഒരുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ശാല ഫ്രൈ അല്ല, നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഫിഷ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് കറി ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. വറുത്ത് വെച്ചിട്ടുള്ള മസാല മിക്സി ജാറിലേക്ക് മാറ്റി നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് ഒരു കറി വയ്ക്കുന്ന ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 2 തൊട്ട് 3 കപ്പ് വരെയാകാം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിന് പുളി ഒന്ന് വെള്ളമൊഴിച്ച് സോക്ക് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനൊപ്പം 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നിട്ടുള്ള കറിയിലോട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള മീനും കൂടെ ചേർത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മീൻ കറിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് വരണം കേട്ടോ.